ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ഷഷ്ടസർഗ. രാവണ ഗ്രഹപ്രവേശ. ഹനുമാൻ രാവണ രാജ്യധാനിയിൽ പ്രവേശിക്കുന്നു. സ നികാമം വിമാനേഷു വിഷണ്ണാകാമരൂപദൃക് വിജചാരാഗബർലങ്കാം ലാഘവേന സമന്വിത. സ്വന്തം ഇഷ്ടം പോലെ രൂപമെടുക്കാൻ കഴിയുന്ന ഹനുമാൻ വളരെ നേരം ചിന്താവിഷ്ടനായിരുന്നു. പിന്നീട് അതിവേഗത്തിൽ മണിമാളികകളുടെ മുകളിൽ കയറി ലങ്കാനഗരിയിൽ ചുറ്റി നടന്നു നോക്കി. ലങ്കയിലെത്തി വിവിധ രൂപങ്ങളിൽ പലയിടത്തും സീതാദേവിയെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഹനുമാൻ ചിന്താധീനനും ദുഃഖിതനുമായി തീർന്നത്. ആസദാദാതലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം പ്രാകാരേണാർക്കവർണേന ബസരേണാഭിസംവൃതം. പിന്നീട് ഐശ്വര്യവാനായ ഹനുമാൻ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട രാക്ഷസ രാജധാനിയിൽ പ്രവേശിച്ചു. രക്ഷിതം രാക്ഷസേർഭീമേ സിംഹേരിവ മഹദ്വനം സമീക്ഷമാണോ ഭവനം ചകാശേകവികുഞ്ചരഃ. സിംഹങ്ങൾ സഞ്ചരിക്കുന്ന ഘോരവിപനം പോലെ രാക്ഷസപാലിതമായ രാവണ രാജധാനി കണ്ടപ്പോൾ ഹനുമാന് ആശ്ചര്യവും സന്തോഷവും ഉണ്ടായി. രൂപ്യകോപഹിതൈശ്ചിത്രൈസ്തോരണൈർഹേമഭൂഷിതൈഃ വിചിത്രാഭിശ്ച കക്ഷ്യാഭിദ്വാരൈശ്ച രുചിരേ വൃതം ഗജാസ്ഥിതൈർമഹാമാത്രേ ശൂരൈശ്ച വിഗതശ്രമൈഃ ഉപസ്ഥിതമസംഹാരൈർഹയൈ സന്ദനയായഭിഃ സിംഹവ്യാകൃതനുത്രാണേദാന്തകാഞ്ജനരാജതൈഃ കോശവദ്ഭിർചിത്രൈശ്ച സദാ വിചരിതം രഥൈ ബഹുരത്നസമാകീർണം പരാർദ്യാസനഭാജനം മഹാരഥസമാവാസം മഹാരഥമഹാസ്വനം ദൃശ്യൈശ്ച പരമോദാരൈസ്തൈസ്ത്രൈശ്ച മൃഗപക്ഷിഭിഃ വിവിധേ ബഹുസഹസ്രേ പരിപൂർണം സമന്തതഃ വിനീതൈരന്തപാലൈശ്ച രക്ഷോഭിശ്ച സുരക്ഷിതം മുഖ്യാഭിശ്ച വരസ്ത്രീഭിഃ പരിപൂർണം സമന്തതഃ മുദിതപ്രമദാരത്നം രാക്ഷസേന്ദ്ര നിവേശനം വരാവരണ സംഹാദ്രേ സമുദ്രസ്വന നിസ്വനം തദ്രാജഗുണസമ്പന്നം മുഖ്യൈശ്ചാഗരുചന്ദനൈഃ മഹാജനൈ സമാകീർണം സിംഹൈരിവ മഹദ്വനം ഭേരീമൃദംഗാഭിരുദം ശംഖഘോഷനിനാദിതം നിത്യാർച്ചിതം പർവഹുതം പൂജിതം രാക്ഷസൈ സദാ സമുദ്രം ഇവ ഗംഭീരം സമുദ്രമിവ നിസ്വനം മഹാത്മനോ മഹാദേശ്മാ മഹാരത്നപരിച്ഛദം മഹാരത്നസമാകീർണം ദദർശ സമഹാകവിഃ. സുന്ദരവും പ്രൗഢോജ്വലവുമായ അരമനയുടെ ചിത്രമാണ് ഈ പദ്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. വെള്ളിയിൽ തീർത്ത ചിത്രങ്ങളോടും തങ്ക അലങ്കാരങ്ങളോടും കൂടിയ ഗോപുരങ്ങൾ, ഗജാരൂഢരായ ആനക്കാർ, തേരിൽ പൂട്ടിയ ക്ഷീണമെന്തെന്നറിയാത്ത ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത കുതിരകൾ, ദന്തങ്ങൾ, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച് സിംഹം, പുലി എന്നിവയുടെ തോൽ കൊണ്ട് പൊതിഞ്ഞ പല നിലകളുള്ള വൻ മുഴക്കത്തോടു കൂടിയ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിചിത്ര രഥങ്ങൾ, വിവിധ രത്നങ്ങൾ പതിച്ച ശ്രേഷ്ഠങ്ങളായ ഇരിപ്പിടങ്ങളോടുകൂടിയ മഹാരഥന്മാർ മാത്രം സഞ്ചരിക്കുന്ന വൻ തേരുകളുടെ ഇടിനാദമൊത്ത മുഴക്കം, ഭംഗിയുള്ള വിശേഷപ്പെട്ട വിവിധങ്ങളായ അനേകായിരം പശുമൃഗാദികൾ, വിനയമുള്ള കാവൽക്കാർ സംരക്ഷിച്ചു പോരുന്ന ഉത്തമ സ്ത്രീകൾ നിറഞ്ഞ അരമനയുടെ ദൃശ്യം ഹനുമാനെ അമ്പരപ്പിച്ചു. സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലെ സദാ സന്തോഷവതികളായ സ്ത്രീകളണിഞ്ഞ ആഭരണങ്ങളുടെ കിൽക്കത്തോടു കൂടിയതും പ്രശസ്തരായ രാജാക്കന്മാർക്ക് അനുയോജ്യമായ ആഡംബര വസ്തുക്കൾ നിറഞ്ഞതും ഭേരി, മൃദംഗ, ശംഖാദി മംഗളവാദ്യധ്വനികൾ മുഴങ്ങുന്നതും അകിൽ, ചന്ദനം എന്നിവയുടെ വാസന വ്യാപിച്ചതും വാവ തുടങ്ങിയ പുണ്യകാലങ്ങളിൽ ചെയ്യപ്പെട്ട ഹോമമന്ത്രങ്ങളോടുകൂടിയതും നിത്യാർച്ചന നടക്കുന്നതും സമുദ്രത്തിൻ്റെ ഗാംഭീര്യവും മുഴക്കവും ചേർന്നതും രത്നകമ്പളങ്ങൾ പതിച്ചതുമായ ആ രാക്ഷസ ചക്രവർത്തിയുടെ ആ മഹാത്മാവിൻ്റെ മഹത്തായ വാസസ്ഥാനം കവിവരനായ ഹനുമാൻ കണ്ടു. വിരാജമാനം ബഭുഷാ ഗജാ ശരദസങ്കുലം
ലങ്കാഭരണമിത്യേവ സോമന്യത്ര മഹാകവിഃ ചചാര ഹനുമാംസ്തത്ര രാവണസ്യ സമീപതഃ. നൈസർഗിക കാന്തിയോടുകൂടിയതും ഗജാശ്വരഥ സങ്കുലവുമായ ആ ഭവനം ലങ്കയുടെ ആഭരണം തന്നെയെന്ന് ഹനുമാൻ വിചാരിച്ചു. പിന്നീട് അദ്ദേഹം രാവണന്റെ ഗൃഹത്തിന് സമീപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗൃഹാദ്ഗൃഹം രാക്ഷസാനാം ഉദ്യാനാനി ജവാനരഃ വീക്ഷമാണോ ഹ്യതന്ത്രസ്ഥ പ്രാസാദാംശ ജജാരസഃ. ആ വാനരൻ രാക്ഷസന്മാരുടെ വീടുതോറും ദേവിയെ തിരഞ്ഞു നോക്കി. ഉദ്യാനങ്ങളിലും മാളികകളിലും നിർഭയനായിട്ട് ചുറ്റി നടന്നു. അപപ്ലുത്യ മഹാവേഗ പ്രഹസ്തസ്യ നിവേശനം തതോന്യത് പുപ്ലുവേ വേശ്മ മഹാപാർശ്വസ്യ വീര്യവാൻ. വേഗവാനായ ഹനുമാൻ പ്രഹസ്തന്റെ ഗ്രഹത്തിൽ ചാടിയെത്തി. അവിടെ നിന്ന് മഹാപാർശ്വന്റെ ഭവനത്തിലേക്ക് കുതിച്ചു. അതമേഘ പ്രതീകാശം കുംഭകർണ നിവേശനം വിഭീഷണസ്യ തഥാ പുപ്ലവേ സ മഹാകവിഃ. പിന്നെ അദ്ദേഹം മേഘസമാനമായ കുംഭകർണ ഭവനത്തിലും അതുപോലെ വിഭീഷണ ഗ്രഹത്തിലും ചാടിച്ചെന്നു. മഹോദരസ്യ ജഗ്രഹം വിരൂപാക്ഷസ്യ ജൈവഹി വിദ്യുജ്ജിഹ്വസ്യ ഭവനം വിദ്യുന്മാലേസ്തദൈവ ജ വജ്രദംഷ്ടസ്യ ജ തഥാ പുപ്ലവേ സ മഹാകവിഃ ശുഗസ്യ ജ മഹാതേജ സാരണസ്യ ജ ധീമതഃ തഥാ ചേന്ദ്രജിതോ വേശ്മ ജഗാമ ഹരിയൂദവ ജംബുമാലേ സുമാലേശ്ച ജഗാമ ഹരിസത്തമ രശ്മികേതോശ്ച ഭവനം സൂര്യശത്രോസ്തദൈവ ജ വജ്രകായസ്യ ജ തഥാ പുപ്ലവേ സ മഹാകവിഃ ധൂമ്രാക്ഷസ്യ ജ സമ്പാദേർഭവനം മാരുതാത്മജഃ വിദ്യുദ്രൂപസ്യ ഭീമസ്യ ഘനസ്യ വിഗനസ്യ ജ ശുഗനാസസ്യ വക്രസ്യ ഷഡസ്യ വികടസ്യ ജ ബ്രഹ്മകർണസ്യ ദംഷ്ടസ്യ രോമശസ്യ ജ രാക്ഷസഃ യുദ്ധോന്മത്തസ്യ മത്തസ്യ ധ്വജഗ്രീവസ്യ നാദിനഃ അധികായസ്യ ജാട്ടസ്യ വിദ്യുജ്ജുഹേന്ദ്രജിഹ്വയോഃ തഥാ അസ്ഥിമുഖസ്യാപി അകമ്പനഗൃഹം ദദാ कराळस्य पिशाचस्य शूनिदाक्षस्य जैवहि तदा देवान्तकस्यापि नरान्तकगृहं ददा कुम्भस्य च निकुम्भस्य जगामा भवनं गभिः उग्रवक्त्रस्य घोरस्य घोरारावस्य जैवहि क्रममाणक्रमेणैव हनुमान् मारुतात्मजः മഹോദരൻ, വിരൂപാക്ഷൻ, വിദ്യുജ്ജുഹൻ, വിദ്യുന്മാലി, വജ്രദംഷ്ടൻ, ശുഗൻ, താരണൻ, ഇന്ദ്രജിത്ത്, ജംബുമാലി, സുമാലി, രശ്മികേതു, സൂര്യശത്രു, അജ്രകായൻ, ധൂമാക്ഷൻ, സമ്പാദി, ഭീമൻ, വിദ്യുദ്രൂപൻ, ഘനൻ, വിഗനൻ, ശുഗനാസൻ, വക്രൻ, ഷഡൻ, വികടൻ, ബ്രഹ്മകർണൻ, ദംഷ്ട്രൻ, രോമേശൻ, യുദ്ധോന്മത്തൻ, മത്തൻ, ധ്വജഗ്രീവൻ, നാദി, അധികായൻ, അച്ഛൻ, ഇന്ദ്രജുഹ്വൻ, അസ്ഥിമുഖൻ, അകമ്പനൻ, കരാളൻ, പിശാചൻ, ശോണിതാക്ഷൻ, ദേവാന്തകൻ, നരാന്തകൻ, കുംഭൻ, നികുംബൻ, ഉഗ്രവക്ത്രൻ, ഘോരൻ, ഘോരാരാവൻ എന്നിവരുടെ ഭവനങ്ങളിലെല്ലാം വായുപുത്രനായ ഹനുമാൻ ചെന്നു. ഹനുമാൻ ഏതെല്ലാം രാക്ഷസ പ്രധാനികളുടെ ഗ്രഹങ്ങളിൽ ചെന്നുവെന്ന് ഈ പദ്യങ്ങളിൽ പറയുന്നു. തേഷു തേഷു മഹാർഹേഷു ഭവനേഷു മഹായശാഃ തേഷാം വൃദ്ധിമതാം വൃദ്ധിം ദദർശ സ മഹാകവിഃ. തേഷു തേഷു മഹാർഹേഷു ഭവനേഷു മഹായശാഃ തേഷാം വൃദ്ധിമതാം വൃദ്ധിം ദദർശ സ മഹാകവിഃ. മഹാകീർത്തിമാനായ ഹനുമാൻ സമ്പന്നരായ അവരുടെ ഗ്രഹങ്ങളിലുള്ള വിലമതിക്കാനാവാത്ത ഐശ്വര്യം കണ്ടു. സർവേഷാം സമതിക്രമ്യ ഭവനാനി സമന്തത ആസസാദാത ലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം. ചുറ്റുമുള്ളവരുടെ ഭവനങ്ങളെല്ലാം കടന്ന ശേഷം ഹനുമാൻ രാക്ഷസ രാജാവിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചു. രാവണസ്യോപശായിന്യോ ദദർശ ഹരിസത്തമഃ വിചരൻ ഹരിശാർദൂലോ രാക്ഷസേർവികൃതേക്ഷണാഃ ശൂലമുൾഗരഹസ്താശ്ച ശക്തിതോ മരധാരിണീഃ. വീരനും ബലവാനുമായ ഹനുമാൻ അകത്ത് ചെന്നപ്പോൾ വികൃത നേത്രങ്ങളോടുകൂടിയവരും വേൽ, കുന്തം, ശൂലം, മുൾത്തടി എന്നീ ആയുധങ്ങൾ കയ്യിലേന്തി ഊഴമനുസരിച്ച് രാവണന് കാവൽ നിൽക്കുന്നവരുമായ രാക്ഷസികളെ കണ്ടു. ദദർശ വിവിധാൻ ഗുൽമാൻ തസ്യ രക്ഷപദേ ഗ്രഹേ രാക്ഷസാംശ മഹാകായാൻ നാനാപ്രഹരണോദ്യതാൻ. ആ രാക്ഷസാധിപന്റെ ഗ്രഹത്തിൽ പലവിധ സേനകളെയും വിവിധങ്ങളായ ആയുധങ്ങളേന്തിയ മഹാകായന്മാരായ രാക്ഷസന്മാരെയും കണ്ടു.
രക്താൻ ശേതാൻ സിതാം ശൈവ ഹരീംശ്ചാപി മഹാജവാൻ കുലീനാൻ രൂപസമ്പന്നാൻ ഗജാൻ പരഗജാരുജാൻ നിഷ്ഠിതാൻ ഗജശിക്ഷായാം ഐരാവത സമാൻ യുധി നിഹന്യൻ പരസൈന്യാനാം ഗ്രഹേ തസ്മിൻ ദദർശസഃ ശരദശ്ച യഥാ മേഘാൻ സ്രവദശ്ച യഥാ ഗിരീൻ മേഘസ്തനിത നിർഘോഷാൻ ദുർദർശാൻ സമരേ പരേഹി. നല്ല ജനുസിൽ ചേർന്ന വേഗതയും ഭംഗിയുമുള്ള ചുവപ്പും വെളുപ്പും നിറമുള്ള കോപ്പുകളണിഞ്ഞ് യുദ്ധത്തിനെന്നോണം ഒരുക്കി നിർത്തിയ കുതിരകൾ, ശത്രുഗജങ്ങളെ ജയിക്കാൻ കരുത്തുള്ള നല്ല ഇണക്കവും ചട്ടവുമുള്ള ഐരാവതം, വർഷിക്കുന്ന കാർമേഘം, അരുവികളൊഴുകുന്ന പർവ്വതം എന്നിവയ്ക്ക് സമാനങ്ങളായ ഇടിമുഴക്കം പോലെ ഗർജിക്കുന്ന അജേയങ്ങളായ ഗജവീരന്മാർ എന്നിവയെ ഹനുമാൻ അവിടെ കണ്ടു. സഹസ്രം വാജിനസ്തത്ര ജംബൂനദ പരിഷ്കൃതാൻ ഹേമജാല പരിച്ഛന്നസ്തരുണാദിത്യ സന്നിഭാഃ ശിബിക വിവിധാകാര സഗഭിർമാരുതാത്മജ ലതാഗ്രഹാണി ചിത്രാണി ചിത്രശാലാഗ്രഹാണി ച ക്രീഡാഗ്രഹാണി ചാന്യാനി ദാരുപർവതകാനവേ കാമസ്യ ഗ്രഹകം രമ്യം ദിവാഗ്രഹകമേവ ച ദദർശ രാക്ഷസേന്ദ്രസ്യ രാവണസ്യ നിവേശനെ. സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട അനേകം കുതിരകളെയും പൊൻകോപ്പണിഞ്ഞ ബാലാദിത്യകാന്തി ഏന്തുന്ന വിവിധാകൃതിയിലുള്ള പല്ലക്കുകളെയും വിചിത്രങ്ങളായ ലതാഗ്രഹങ്ങളെയും ചിത്രശാലകളെയും കേളീഗ്രഹങ്ങളെയും വൃക്ഷനിർമ്മിതമായ കളിക്കുന്നുകളെയും മന്മഥക്ഷേത്രത്തെയും പകൽ നേരത്ത് വിശ്രമിക്കാനുള്ള ഗ്രഹത്തെയും രാവണഗ്രഹത്തിൽ വായുപുത്രനായ ഹനുമാൻ ദർശിച്ചു. സമന്തരഗിരിപ്രഖ്യം മയൂരസ്ഥാനസങ്കുലം ധ്വജയഷ്ടിവിരാകീർണം ദദർശ ഭവനോത്തമം അനന്തരത്നനിജയം നിധിജാലം സമന്തതഃ ധീരനിഷ്ഠിതകർമാന്തം ഗ്രഹം ഭൂതപതേരിവ. മന്ദരപർവ്വതത്തിനു തുല്യവും മയൂരസ്ഥാനങ്ങളോട് കൂടിയതും കൊടിമരങ്ങൾ നിറഞ്ഞതും അനേകം രത്നങ്ങളും നിധികുംഭങ്ങളും നിറഞ്ഞതും പ്രഗത്ഭരായ ശില്പികളുടെ നിർമ്മാണ വൈഭവം വെളിപ്പെടുത്തുന്നതും ശിവന്റെ വാസസ്ഥാനമായ കൈലാസത്തിന് തുല്യമായതും സകല ഭവനങ്ങളിലും വെച്ച് ശ്രേഷ്ഠവുമായ രാവണഭവനം ഹനുമാൻ കണ്ടു. അർച്ചിർഭിശ്ചാഭിരത്നാനാം തേജസാ രാവണസ്യ ച വിരരാജാത തദ്ഭീഷ്മ രശ്മിവാനിവ രശ്മിഭി. അപ്പോൾ ആ ഭവനം നിരവധി രത്നങ്ങളുടെ കാന്തിയാലും രാവണന്റെ തേജസ്സിനാലും രശ്മിജാലങ്ങളാൽ സൂര്യൻ എന്ന പോലെ പ്രകാശിച്ചു. ജാംബൂനദമയാന്യേവ ശയനാന്യാസനാനി ച ഭാജനാനി ച ശുഭ്രാണി ദദർശ ഹരിയൂദഭഃ. ആ വാനരവീരൻ സ്വർണമയങ്ങളായ കട്ടിലുകളെയും സിംഹാസനങ്ങളെയും മിന്നുന്ന പാത്രങ്ങളെയും കണ്ടു. മധ്വാസമകൃതക്ലേദം മണിഭാജനസങ്കുലം മനോരമമസംവാദം കുബേരഭവനം യഥാ നൂപുരാണാം ജഘോഷേണ കാഞ്ചീനാം നിനദേന ച മൃദംഗദലഘോഷൈശ്ച ഘോഷവദ്ഭിർവിനാദിതം പ്രാസാദസംഘാതയുധം ശ്രീരത്നശതസങ്കുലം സുഗൂഢകക്ഷ്യം ഹനുമാൻ പ്രവിവേശ മഹാഗ്രഹം. തേൻ, മദ്യം എന്നിവ വിളമ്പുന്നതിനാൽ ലേശം നനവുള്ള രത്നം പതിച്ച പാത്രങ്ങൾ നിറഞ്ഞ് മനോഹരമായ കുബേരവസതിയെപ്പോലെ വിശാലമായ ചിലമ്പുകളുടെയും അരിഞ്ഞാണുകളുടെയും കിൽക്കത്തോടും മുഴക്കത്തോടും കൂടിയ മൃദംഗാദികളുടെ ശബ്ദത്താൽ മുഖരിതമായ നിരവധി മാളികകളോടും സ്ത്രീരത്നങ്ങളോടും കൂടിയ പല നിലകളുള്ള ആ മഹാഗ്രഹത്തിൽ ഹനുമാൻ പ്രവേശിച്ചു. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഷഷ്ഠസർഗഃ. 6-ാം സർഗം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.